കോഴിക്കോട് നഗരത്തിലെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു വിഷ്ണു. ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അവന്റെ ജീവിതം വളരെ സാധാരണമായിരുന്നു. രാവിലെ ജോലി, വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങൽ, രാത്രിയിൽ പഴയ പാട്ടുകൾ കേട്ടുറങ്ങൽ, അതായിരുന്നു അവന്റെ ലോകം. പക്ഷേ ആ ജീവിതത്തിനുള്ളിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു. വീട്ടിൽ ആളുകളുണ്ടെങ്കിലും അവന്റെ മനസ്സെപ്പോഴും ഒറ്റപ്പെട്ടതായിരുന്നു. ഒരു മഴയുള്ള ജൂൺ മാസത്തിലെ രാവിലെയായിരുന്നു അത്. ഓഫീസിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോൾ അവൻ ആദ്യമായി അവളെ കണ്ടു. ചാരനിറമുള്ള ചുരിദാറും കയ്യിൽ കുറച്ച് പുസ്തകങ്ങളും പിടിച്ചു നിന്ന ആ പെൺകുട്ടി മഴത്തുള്ളികളിൽ അല്പം നനഞ്ഞിരുന്നു. നീളമുള്ള മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ പതിയെ വീഴുമ്പോൾ അവൾ ആകാശത്തേക്ക് നോക്കി ചെറുതായി ചിരിച്ചു. ആ ഒരു നിമിഷം വിഷ്ണുവിന് സമയം നിൽക്കുന്നതുപോലെ തോന്നി. ബസ് എത്തിയപ്പോൾ ആളുകൾ തിരക്കിട്ട് കയറി. ആ തിരക്കിൽ അവളുടെ കയ്യിലെ പുസ്തകങ്ങൾ താഴെ വീണു. വിഷ്ണു ഉടൻ താഴേക്ക് കുനിഞ്ഞ് പുസ്തകങ്ങൾ എടുത്തു. "ഇത് നിങ്ങളുടേതാണല്ലോ," അവൻ പറഞ്ഞു. "ആ, നന്ദി," അവൾ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി. ആ ചിരി അവന്റെ മനസ്സിൽ പതിഞ്ഞു. അടുത്ത ദിവസങ്ങളിലും അവൾ അതേ സ്റ്റോപ്പിൽ വരാൻ തുടങ്ങി. പതിയെ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. "ഞാൻ മീര," അവൾ പറഞ്ഞു. "വിഷ്ണു," അവൻ ചിരിച്ചു. ഓരോ ദിവസവും അവരുടെ സൗഹൃദം കൂടുതൽ ആഴമായി. മീരയ്ക്ക് മഴയും പുസ്തകങ്ങളും ഇഷ്ടമായിരുന്നു. വിഷ്ണുവിന് പഴയ പാട്ടുകളും കടൽക്കരയും. വൈകുന്നേരങ്ങളിൽ അവർ കടൽക്കരയിലിരുന്ന് നീണ്ടു സംസാരിക്കുമായിരുന്നു. "ജീവിതം ചിലപ്പോൾ കടലുപോലെയല്ലേ?" മീര ചോദിക്കും. "എന്തുകൊണ്ട്?" വിഷ്ണു ചിരിച്ചു. "പുറത്ത് ശാന്തം, അകത്ത് 1000 കൊടുങ്കാറ്റുകൾ." ആ വാക്കുകൾ കേൾക്കുമ്പോൾ വിഷ്ണുവിന് അവളെ കൂടുതൽ മനസ്സിലാക്കണമെന്ന തോന്നലുണ്ടായി. ഒരു ദിവസം അവർ മഴയിൽ നനഞ്ഞ് ചെറിയൊരു ചായക്കടയിൽ കയറി. ചൂടൻ ചായയുടെ മണവും മഴയുടെ ശബ്ദവും ചേർന്ന് ആ നിമിഷം കൂടുതൽ മനോഹരമായി. "നിനക്കൊരു കാര്യം പറയട്ടെ?" മീര ചോദിച്ചു. "പറയൂ." "ഞാൻ ചെറുപ്പം മുതൽ ആരെയും അത്ര വിശ്വസിച്ചിട്ടില്ല. പക്ഷെ നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം തോന്നുന്നു." कॉलेज का फेयरवेल चल रहा था. हर तरफ लाउड म्यूजिक, लाइट्स, फोटोज, लाफ्टर, सब एंजॉय कर रहे थे. पर वो दोनों क्राउड के बीच भी स्ट्रेंजली क्वाइट थे. बिलीव नहीं हो रहा, कॉलेज खत्म हो गया, वो सॉफ्टली कहती है. वो स्माइल करता है. हाँ, और तुम अब भी लेट आई हो. वो हंस पड़ती है. लास्ट डे पर भी कंप्लेन. वो उसकी तरफ देखते हुए कहता है, हैबिट है तुम्हारी. वो कुछ सेकंड्स उसकी आंखों में देखती रहती है और फिर नजर हटा लेती है. स्टेज पर स्लो म्यूजिक स्टार्ट होता है और कपल्स डांस फ्लोर की तरफ जाने लगते हैं. डांस करें? वो पूछता है. वो इंस्टेंटली नर्वस हो जाती है. मैं डांस में बहुत बुरी हूं. वो अपना हाथ आगे बढ़ाते हुए कहता है, तो परफेक्ट है, मैं भी. वो स्माइल कर देती है और उसका हाथ पकड़ लेती है. दोनों स्लोली डांस फ्लोर पर मूव करने लगते हैं. म्यूजिक लाउड होता है, पर दोनों को सिर्फ एक दूसरे की हार्ट बीट फील हो रही होती है. तुम्हें पता है? वो सॉफ्टली कहता है. क्या? वो पूछती है. मैं कॉलेज की बहुत चीजें भूल जाऊंगा. पर वो विस्पर करती है, तुम नहीं. उसका दिल इंस्टेंटली हैवी और हैप्पी दोनों फील करता है. तुम इमोशनल कर देते हो, वो ब्लश करते हुए कहती है. वो स्माइल करता है, सिर्फ तुम्हारे सामने. म्यूजिक धीरे धीरे एंड होता है, पर दोनों का मोमेंट खत्म नहीं होता. कभी कभी कुछ लोग सिर्फ मेमोरीज नहीं बनते, वो पूरी लाइफ का फेवरेट चैप्टर बन जाते हैं.